ഓക്കെ, സോ നിങ്ങളിൽ ഒരുപാട് പേര് താഴെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ലാപ്ടോപ്പിനെ കുറിച്ചുള്ളൊരു വീഡിയോ എന്താണ് ചെയ്യാത്തത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അഡാർ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് കാണാൻ പോകുന്നത്. അതായത് ലേറ്റസ്റ്റ് പ്രീമിയം ഗെയിമിംഗ് ലാപ്ടോപ്പായ OMEN 16ൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ ചെറിയ രീതിയിൽ ഗെയിമിംഗ് ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. FPS മീറ്ററൊക്കെ വെച്ചുകൊണ്ടുള്ള ഗെയിമിംഗ് ടെസ്റ്റും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഈ ലാപ്ടോപ്പിൻ്റെ പാക്കേജിങ്ങിൽ മെയിൻലി 2 ഐറ്റംസ് ആണ് വരുന്നത്. ഫസ്റ്റ് ആണ് ഓബ്വിയസ്ലി ലാപ്ടോപ്പ്, അതിനോടൊപ്പം തന്നെ 230 വാട്ട് ചാർജിങ് പവറുള്ള ചാർജിങ് അഡാപ്റ്റർ. ഈ ലാപ്ടോപ്പ് നല്ലൊരു ക്ലാസി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് വളരെ സട്ടിലാണ്. അതായത് സെൻട്രൽ OMEൻ്റെ ഒരു ലോഗോ ഉണ്ട്, റിഫ്ലക്റ്റീവ് ലോഗോ ആണ്. ഈ ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് ജസ്റ്റ് ഓവർ 2 kilos ആണ്. സോ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഡിസ്പ്ലേ പാനൽ 2 ഹിഞ്ച് വെച്ചാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഹിഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ മെയിൻ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉപയോഗിക്കാതെ വെറും 1 ഫിംഗർ കൊണ്ട് നമുക്കിത് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ഇഥർനെറ്റ് LAN പോർട്ട്, USB-A പോർട്ട്, മിനി ഡിസ്പ്ലേ പോർട്ട്, HDMI പോർട്ട് 2.1. ഇതുവഴി നമുക്ക് 4K at 120 FPS ആൻഡ് ഈവൻ 8K ഔട്ട്പുട്ടും എടുക്കാൻ പറ്റും. തണ്ടർബോൾട്ട് 4 പോർട്ട് വരുന്നുണ്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. അതിനോടൊപ്പം തന്നെ ഒരു ഫുൾ സൈസ്ഡ് SD കാർഡ് റീഡറും വരുന്നുണ്ട്. ഒരു ഗെയിമറിന് SD കാർഡ് റീഡറിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങൾ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഈവൻ ഗെയിമിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയ ഒരു പോർട്ടാണ് SD കാർഡ് റീഡർ. ഇതിൻ്റെ റൈറ്റ് സൈഡിലും 2 USB Type A പോർട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ കീബോർഡ് നോക്കാം. ഓക്കെ, ഇതിൽ ക്വാഡ് സോൺ അല്ലെങ്കിൽ 4 സോൺ ആൻറ്റി ഗോസ്റ്റിംഗ് കീബോർഡാണ് വരുന്നത്. ആൻറ്റി ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ കീസൊക്കെ ഒരുമിച്ച് പ്രസ് ചെയ്താലും അങ്ങനെ സ്റ്റക്കും ഗ്ലിച്ചോ അല്ലെങ്കിൽ റോങ് കീ ഇൻപുട്ട് ഒന്നും പോകാൻ പോകുന്നില്ല. അതൊക്കെ ഇവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നോ ഇഷ്യൂസ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കീബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ നമ്പർ പാഡ്, സോ നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ പാഡ് വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ചാസിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഭയങ്കരമായ ഫ്ലെക്സ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതിനോടൊപ്പം തന്നെ കീ ട്രാവലും ഓപ്റ്റിമം ആണ്. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗെയിമിംഗ് കീബോർഡിൽ എത്രമാത്രം ആ ഒരു കീ ട്രാവൽ വേണം അതിവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഗെയിമിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കീസ്. അതിനുവേണ്ടി ഓപ്റ്റിമം കീ ട്രാവലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഓക്കെ, അങ്ങനെ ഭയങ്കരമായ ലൗഡ് കീബോർഡൊന്നുമില്ല, ടൈപ്പ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ഇതിൻ്റെ പവർ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് വിയർഡായിട്ട് തോന്നി. അതായത് ഡിലീറ്റിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ചിലപ്പോഴൊക്കെ അറിയാതെ അവിടെ കൈ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ RGB ലേഔട്ട് 4 ബ്ലോക്സിലാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി OMEN ഗെയിമിംഗ് ഹബ് എന്നൊരു സോഫ്റ്റ്വെയർ ഇവിടെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് കീയും ഇവിടെ വരുന്നുണ്ട് കീബോർഡിൽ തന്നെ. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ക്വാഡ് സോൺ അല്ലെങ്കിൽ 4 സോൺ കീബോർഡ് RGB ലേഔട്ട്. ഓക്കെ, സോ 1 2 3 4 സോൺസ് വരുന്നുണ്ട്. ഗെയിമേഴ്സിന് WASD സെപ്പറേറ്റ് കളറായിട്ട് വേണം നോർമലി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് കളർ വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് RGB സെറ്റപ്പ് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇവിടെ കംപ്ലീറ്റ് RGB കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ വേവ് പാറ്റേൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതുപോലത്തെ വേവ് പാറ്റേൺ സെലക്ട് ചെയ്താൽ അതനുസരിച്ചുള്ള ഒരു RGB സെറ്റപ്പ് നമുക്ക് നമ്മുടെ കീബോർഡിൽ കിട്ടും. ഈ ലാപ്ടോപ്പിൽ അത്യാവശ്യം വലിയൊരു ട്രാക്ക് പാഡ് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ വിൻഡോസിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്വൈപ്പ് പാറ്റേൺസ്, അതൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലെഫ്റ്റ് റൈറ്റ് ക്ലിക്കും നല്ല കംഫർട്ടബിൾ ആണ്. തീർച്ചയായിട്ടും നല്ലൊരു ട്രാക്ക് പാഡാണ് ഇവിടെ വരുന്നത്. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് ആ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ. 16.1 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ് വരുന്നത്. 16:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആണ്. സ്പെഷ്യലി ഇൻഡോർ യൂസിന് വേണ്ടിയൊക്കെ ഒരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല. അത്യാവശ്യം ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. 100% sRGB സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേക്കും ചുറ്റുമുള്ള ബെസൽസ് നല്ല കനം കുറഞ്ഞ ബെസൽസ് ആയതുകൊണ്ട് 15 ഇഞ്ചിൻ്റെ ഒരു ഫോം ഫാക്ടറിൽ അവർക്ക് 60 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. സോ തീർച്ചയായിട്ടും കൂടുതൽ റിഫ്രഷ് റേറ്റും വേണം. സോ 144 ഹെർട്സിൻ്റെ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേൻ്റെ മേളിൽ ഒരു മാറ്റ് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിലും, റൂമിൽ അത്യാവശ്യം ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ മിക്കവാറും കാണാൻ കഴിയുന്നില്ലായിരിക്കും. ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ കുറേ നേരം ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ നോക്കിയിരിക്കും ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സോ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിന് ഒരുപാട് എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ഇവർ TUV സർട്ടിഫൈഡ് ഐ സേഫ് ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫ്ലിക്കർ ഫ്രീ ഡിസ്പ്ലേയും കൂടെയാണ് വരുന്നത്. 720p HD റെസൊല്യൂഷൻ ഉള്ള ഒരു ഡീസൻറ്റ് വെബ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ ഓൺലൈൻ ഗെയിമിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ്, ഓൺലൈൻ ക്ലാസ് റൂമൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ധാരാളമാണ്. ബാങ്ക് ആൻഡ് ഒലിഫ്സൺ ട്യൂൺഡ് ചെയ്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ നിന്നും നല്ല സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ ലൗഡായ ഒരു സ്പീക്കറില്ല, പക്ഷേ വരുന്ന ഓഡിയോ ക്വാളിറ്റി നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. മാക്സ് വോളിയം ഇട്ടാലും ബ്രേക്കിംഗ് അല്ലെങ്കിൽ ക്രാക്കിംഗ് സൗണ്ട് ഒന്നും വരുന്നില്ല. സോ നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഗെയിമിങ്ങിന് വേണ്ടി നമ്മൾ നോർമലി ഹെഡ്ഫോൺ വെച്ചായിരിക്കും കളിക്കാൻ പോകുന്നത്.
നെക്സ്റ്റ് നമുക്കൊരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകം നോക്കാം. അതാണ് അതിൻ്റെ ഇൻറ്റേർണൽസ്. ഓക്കെ, സോ ഈ ലാപ്ടോപ്പിന് ഇൻ്റലിൻ്റെ 11th ജനറേഷൻ ഇൻ്റൽ കോർ i7-11800H CPU ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 8 കോർ 16 ത്രെഡ് പ്രൊസസ്സറാണ് വരുന്നത്. ഈ ലാപ്ടോപ്പിലുള്ള GPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡാണ് NVIDIA GeForce 3060, 6GB DDR6 VRAM ഉള്ള ഒരു GPU ആണ്. 115 വാട്ടിൻ്റെ TGP അല്ലെങ്കിൽ ടോട്ടൽ ഗ്രാഫിക്സ് പവറും വരുന്നുണ്ട്. ദാറ്റ്സ് ഗുഡ് ഫോർ ദിസ് പ്രൈസ് റേഞ്ച്. 1 TB സ്റ്റോറേജ് സ്പേസ് ഉള്ള Gen 4 SSD ആണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഫാസ്റ്റ് SSD ആണ്. അത് ഗെയിം ഓപ്പണിംഗ് ടൈം ആണെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പണിംഗ് ടൈം ഒക്കെ ആണെങ്കിലും നല്ല ഫാസ്റ്റ് ആണ്, നോ ഇഷ്യൂസ്. അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്ലോട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൽ ബേസിക്കലി 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഇതിൽ 1080p ആണ്, അതിൽ 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 165 ഹെർട്സിൻ്റെ കുറച്ചും കൂടി ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ചിപ്സെറ്റ് എക്സാക്ട്ലി സെയിം ആണ്, CPU എക്സാക്ട്ലി സെയിം ആണ്, പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ GPU അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്ന GPU ആണ് NVIDIA GeForce RTX 3070. ഈ ഗെയിമിംഗ് ഹബ്ബ് സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ടാബാണ് സിസ്റ്റം വൈറ്റൽസ്. അതായത് നമ്മുടെ റിയൽ ടൈം യൂട്ടിലൈസേഷൻ, നമ്മൾ എത്ര GPU CPU RAM ആണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അണ്ടർ വോൾട്ടിങ്ങിനുള്ള ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അണ്ടർ വോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ CPUയിലേക്ക് പോകുന്ന വോൾട്ടേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പെർഫോമൻസ് കൺട്രോൾ ടാബിൽ 3 സെറ്റിംഗ്സ് ഉണ്ട്: പവർ മോഡ്, തെർമൽ കൺട്രോൾ ആൻഡ് സിസ്റ്റം ടെമ്പറേച്ചർ. പവർ മോഡാണ് ബാലൻസ്ഡ് ആൻഡ് പെർഫോമൻസ്. സോ നമ്മൾ പെർഫോമൻസ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 15% കൂടുതൽ പെർഫോമൻസ് നമുക്ക് കിട്ടും. തെർമൽ കൺട്രോൾ ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഫാനിൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാക്സ്, ഓട്ടോ, മാനുവലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ സിസ്റ്റം ടെമ്പറേച്ചറാണ് കാണിക്കുന്നത്. മൾട്ടിപ്ലെക്സർ സെറ്റിംഗ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഹൈബ്രിഡ് സെറ്റിംഗ്സ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6E കണക്ടിവിറ്റി സപ്പോർട്ട് വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ലോ ലേറ്റൻസി നല്ല ഫാസ്റ്റ് ഓൺലൈൻ ഗെയിം പ്ലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 83 Wh ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. നോർമൽ യൂസിന് വേണ്ടി, അതായത് മോഡറേറ്റ് യൂസൊക്കെ ആണെങ്കിൽ 6 മണിക്കൂർ വരെ, 5-6 മണിക്കൂർ വരെ നിൽക്കുന്നുണ്ട്. ബാറ്ററിയിൽ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ 2-2.5 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടുകയുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല പവർഫുൾ കൂളിംഗ് സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. OMEN Tempest Cooling എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ലാപ്ടോപ്പിൽ 3 സൈഡ് വെൻറ്റ്സ് വരുന്നുണ്ട്. 1, 2, പിന്നെ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3. സോ 3 സൈഡ് വെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇതാണ് ആ 2 ഫാൻസ്. പിന്നെ നമ്മുടെ 3 സൈഡ് വെൻറ്റ്സ് ഉണ്ടല്ലോ, 1, 2 and 3. ഇതിലേക്ക് ഹീറ്റ് കൊണ്ടുപോകാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റ് പൈപ്പിംഗ് സിസ്റ്റം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. 1 TB SSD, എക്സ്ട്രാ SSD ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള empty സ്ലോട്ടും ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ 2 RAM. നിങ്ങൾക്ക് ഇനി അഡീഷണൽ RAM വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഞാൻ സിനി ബെഞ്ച് മാർക്ക് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിംഗിൾ കോർ സ്കോർ ഓൾമോസ്റ്റ് ടോപ്പ് 2ലാണ് വരുന്നത്. സോ അതായത് ഗെയിമിങ്ങിന് മെയിൻലി വേണ്ടത് സിംഗിൾ കോർ പെർഫോമൻസ് ആണ്. ഗീക്ക് ബെഞ്ച് സ്കോർസ് ആണ്. സിംഗിൾ കോർ സ്കോർ ഇസ് 1452. മൾട്ടി കോർ സ്കോർ ആണ് 8306. ഫസ്റ്റ് നമുക്ക് വാലറന്റ് എന്ന ഗെയിം നോക്കാം. ഒരുപാട് പേര് കളിക്കുന്ന ഗെയിമാണ്. ഞാനത് കളിക്കാറില്ല, അതുകൊണ്ട് എൻ്റെ ഗെയിം പ്ലേ നോക്കണ്ട. FPS ഇപ്പം 144 ആണ് കാണിക്കുന്നത്. ഞാൻ അതിൻ്റെ സെറ്റിംഗ്സിൽ കയറി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഇട്ടിരിക്കുന്ന സെറ്റിംഗ്സ് 1080p at 144 Hz ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ FPS പെർഫോമൻസ്. ക്ലോസ് ടു 350-400 FPS കാണിക്കുന്നുണ്ട്. 350-348 FPS ഒക്കെ വരുന്നുണ്ട്. സോ നല്ല ഫാസ്റ്റ് ഗെയിം പ്ലേ ആണ്. അത് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ വാലറന്റ് വളരെ സ്മൂത്ത്ലി കളിക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു ഗെയിം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ നല്ലോണം കറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാൻ കറങ്ങണം, പക്ഷേ ഹെഡ്ഫോൺ ഇടുമ്പോൾ അതിൻ്റെ വോയിസ് അങ്ങനെ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. സോ ഇതിൻ്റെ ഗെയിം പ്ലേയിൽ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. വളരെ സ്മൂത്ത്ലി വാലറന്റ് കളിക്കാൻ പറ്റുന്നുണ്ട്, നോ ഇഷ്യൂസും. ഇതങ്ങനെ ഭയങ്കരമായ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ഗെയിം അല്ല. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, എന്നാലും സ്റ്റിൽ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. സോ ഇതാണ് GTA 5. ഈ ഗെയിം എനിക്കറിയാം. ഓക്കെ, GTA 5 എനിക്കറിയാം. എനിവേ ഈ മേളിൽ കാണുന്നതാണ്, ഇവിടെ കാണുന്നതാണ് ബേസിക്കലി ഇതിൻ്റെ സ്റ്റാറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 144 FPS കാണിക്കുന്നുണ്ട്. ഞാൻ സെറ്റിംഗ്സ് കാണിച്ചു തരാം. ഏത് സെറ്റിംഗ്സാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. നമുക്ക് എല്ലാ സെറ്റിംഗ്സും വെരി ഹൈ ആണ്. വീഡിയോ മെമ്മറി ഇപ്പോഴും 2385 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി വേണമെങ്കിൽ അൾട്രയൊക്കെ വെക്കാം, നോ ഇഷ്യൂസ്. ലോങ് ഷാഡോസ് ഇതൊക്കെ നമുക്ക് ഓൺ ചെയ്യാൻ വേണമെങ്കിൽ ഓൺ, ഹൈ ഡീറ്റെയിൽ വൈൽ ഫ്ലൈങ് എല്ലാം ഓൺ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, സോ 143, 141 FPS, 134 ഇറ്റ്സ് ഓക്കെ. അറൗണ്ട് 120, 130 കിട്ടുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈവിങ്ങിൽ 127, 126, 127 FPS കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്ത്നെസ് ആണ്. കളിക്കുമ്പോൾ തന്നെ ആ സ്മൂത്ത്നെസ് അറിയാനുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഈ ലാപ്ടോപ്പിൻ്റെ RTX 3060 വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 1,40,000 രൂപ. RTX 3070 വേരിയൻറ്റിൻ്റെ പ്രൈസാണ് 1,75,000 രൂപ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഒരു പവർഫുൾ പ്രീമിയം ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് പോർട്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പിൽ 1 year വാറൻറ്റി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് HPയുടെ സ്റ്റോർസിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HP സ്റ്റോർസിൻ്റെ സ്റ്റോർ ലൊക്കേറ്റർ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുതരാം. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക, ഈ ഒരു ലാപ്ടോപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.